മറ്റു വാർത്തകൾ കൂടി നോക്കാം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. തിരുവനന്തപുരത്തെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ 10 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം. വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു. താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇനി കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യം അവിടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഇമെയിൽ സന്ദേശം അയച്ചു. തുടർന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സന്ദേശം വരുന്നു. ഇന്ന് അദ്ദേഹം എത്ര മണിക്ക് ഹാജരാകും? എന്തൊക്കെ കാര്യങ്ങളാണ് സിദ്ദിഖിൽ നിന്ന് അന്വേഷണ സംഘം തേടുന്നത്? ലിബീഷ്, അന്വേഷണ സംഘം സിദ്ദിഖിനെ ഹാജരാകാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ സിദ്ദിഖ് നേരത്തെ തന്നെ ഇക്കാര്യം ഒരു അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് പൊരുത്തപ്പെടാമെന്നും, അതായത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്നുമാണ് സിദ്ദിഖ് പറയുന്നത്. എന്നാൽ സിദ്ദിഖ് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യലിനല്ല വിളിപ്പിക്കുന്നതെന്നും നോട്ടീസ് നൽകി ഹാജരായി അതിനുശേഷം വിവരശേഖരണം മാത്രമാണ് നടത്തുന്നതെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് SITയുടെ മുമ്പിൽ ഹാജരാകണം. ഇന്ന് രാവിലെ 10 മണിക്ക് എത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിദ്ദിഖ് ഏതായാലും ഹാജരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിലും സിദ്ദിഖിനെ ചോദ്യം ചെയ്യലിനായി ആവശ്യപ്പെടാത്ത വിധത്തിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. അതിന് പ്രധാനമായി കാരണം പിന്നീട് ചോദ്യം ചെയ്യൽ നടത്താതെ ഹാജരായി ഇന്ന് ഈ സാധാരണഗതിയിലുള്ള വിവരശേഖരണം മാത്രം നടത്തി ഇന്ന് തിരിച്ചയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ഇനി അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണെന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമായി മാറും. ഏതായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ആവശ്യം പരിഗണിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ള ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി നേരത്തെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ന് ചോദ്യം ചെയ്യലിന് പകരം ഹാജരായി വിവരശേഖരണം മാത്രം നടത്തുമെന്ന് അറിയിച്ചതിന്റെ പ്രധാന കാരണം ഇനി പിന്നീട് ഈ കേസ് കോടതി പരിഗണിക്കുമ്പോൾ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വിട്ടു നൽകാനുള്ള ആവശ്യം ഉന്നയിക്കാൻ തന്നെയാണ്. ലിബീഷ്. ശരി വിഷ്ണു.